കുറച്ചിങ്ങനെ എന്താണ് അങ്ങോട്ടും ഇല്ല. പക്ഷെ തലേനാളിരുന്ന് കുത്തിയിരുന്ന് പഠിക്കേണ്ടത് മൊത്തം പഠിച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കും അവിടെ നിന്ന് ഡയലോഗ് അടിക്കുക, ഈ എന്താടാ എന്ത് എക്സാം അതൊന്നും പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്നല്ലേ. പകുതി മൈൻഡുള്ള ആളുകളെ പഠിക്കും, പക്ഷെ മറ്റുള്ളവരെ പഠിപ്പിക്കോ അതും ചെയ്യൂല. അങ്ങനെയുള്ള കുറച്ച് ആളുകളില്ലേ, ഓരൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ലൂസന്റ് പെടുത്താം. അർദ്ധധാരി വസ്തു അല്ലെ, പകുതി കപടം പകുതി ഫോൾസും പകുതി കറക്റ്റും ആയിട്ടുള്ള ആളുകൾ. അതുപോലെയാണ് കുറച്ച് ലൈറ്റിനെ കടത്തിവിടും, എന്നാൽ കുറച്ച് ലൈറ്റിനെ കടത്തി വിടൂല്ലാത്ത ആളുകളെ നമ്മൾ അർദ്ധധാരി വസ്തു ട്രാൻസ്ലൂസന്റ് എന്ന് പറയും. പിന്നെ ഒപ്പാക്ക് അധാരി വസ്തുവാണ്, ഒരു ലൈറ്റിനെയും കടത്തിവിടാത്ത ആള്, ഒരു വികാരമില്ല. അപ്പൊ ഞാൻ നിൽക്കുകയാണ്, എന്തേലും വികാരം ഉണ്ട് എന്റെ മുഖത്ത്, ഒരു സ്ഥായി ഭാവമാണ് അല്ലേ. ഇതുപോലെ ഒരു ലൈറ്റിനെയും കടത്തിവിടാത്തവന്മാരുണ്ടല്ലോ. നമ്മള് ഒരു സാധനം, ഇപ്പൊ ഞാൻ ഈ ഫ്ലാഷ് ലൈറ്റ് എടുത്തിട്ട് എന്റെ ബാഗില് കടത്തി വിട്ടു വിചാരിച്ചോ, ലൈറ്റ് എങ്ങടെയും പോകുന്നെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ? എങ്ങോട്ടും പോകുന്നില്ല അല്ലെ, ആ ലൈറ്റ് എവിടെയും കാണാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ ലൈറ്റ് ഒന്നും കടത്തി വിടാത്തതിനാണ് നമ്മൾ എന്ത് പറയാ, അധാരി വസ്തു അല്ലെങ്കിൽ ഒപ്പാക്ക് എന്ന് പറയാം. ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ട്രാൻസ്പെറന്റ്, ട്രാൻസ്ലൂസന്റ്, ഒപ്പാക്ക്. ക്ലിയർ അല്ലേ? നോക്കാം അല്ലെ. പ്രകാശം നന്നായി കടത്തിവിടുന്നതാണ് സുതാര്യ വസ്തുക്കള്. ഭാഗിക മാറ്റം പകുതി കടത്തിവിടുന്നത്, അർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെ പകുതിയാണ്, പകുതി കടത്തിവിടുന്നത്. പ്രകാശം തീരെ കടത്തിവിടാത്ത ആളുകളാണ് അധാരി വസ്തുക്കൾ അല്ലെങ്കിൽ ഒപ്പാക്ക് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. റെഡി അല്ലടാ, സെറ്റ് അല്ലേ? അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്, ഉറച്ച ഗ്ലാസ്, തടിപ്പലക, തെളിഞ്ഞ വെള്ളം, ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരുന്നു. അപ്പൊ വുഡൻ ഷീറ്റ് എന്ന് പറയുന്നത് ഒപ്പാക്ക് ആയിട്ടുള്ള സാധനമാണ് അല്ലെ. അതേപോലെ ഗ്രൗണ്ട് ഗ്ലാസ്, ഓയിൽ പേപ്പർ ഒക്കെ എന്താണെന്നറിയോ, പകുതി കടത്തിവിടും, എന്നാ പകുതി കടത്തിവിടൂല. നമ്മള് പറഞ്ഞില്ലേ, നമ്മുടെ മറ്റേ ആളുകള് ഞാനൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ, സോറി. പക്ഷെ എക്സാമിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഓനായിരിക്കും ഏറ്റവും വലിയ മാർക്ക് അല്ലേ. അങ്ങനെയുള്ളവന്മാരാണ് അത് ട്രാൻസ്ലൂസന്റ് എന്ന് പറയുന്നത്. ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലൈറ്റിനെ കടത്തിവിടുന്ന ഗ്ലാസ് ഷീറ്റുകൾ. നമ്മൾ പലപ്പോഴും രാവിലെ എഴുന്നേക്കുന്നത് കഷ്ടപ്പെട്ട് എണീക്കുക അല്ലെ. എത്ര മണിക്ക് എണീക്കും നിങ്ങളൊക്കെ? യെസ്, 10K എബവ് നമ്മൾ എത്തി ഗായ്സ്. നിങ്ങൾക്ക് 38 വരെ സമയമുണ്ട്. എത്ര എത്തിക്കാൻ പറ്റുമോ അത്ര എത്തിച്ചാൽ നിങ്ങൾ എന്ത് പറയുന്നു അത് മിസ് എന്ന് ചെയ്യും. റെഡി? നിങ്ങളൊരു 15-20K നമുക്ക് പിടിക്കാം. എന്തായാലും നോക്കാം നമുക്ക് 20K വരെ എത്തുമോ എന്നുള്ളത്. 10K ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി കടന്നു കഴിഞ്ഞു. എങ്കിൽ പോലും 15K നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് എന്ത് പറയുന്നു അത് മിസ് ഇവിടെ സെറ്റ് ചെയ്യും കേട്ടോ. അതെന്റെ ഉറപ്പാണ്, വാക്കാണ് ഏറ്റവും വലിയ സത്യം ഗൈസ്, ഡോണ്ട് വറി. ഓക്കെ, അപ്പൊ വേഗം നോക്കാം. 38 വരെ 40 വരെ നമുക്ക് സമയം തരാം, കുറച്ചുകൂടെ എക്സ്ട്രാ 40 വരെ സമയം തരാം. നോക്കാം. അപ്പൊ പവർ വന്നു. യെസ്, കം ഓൺ ഗൈസ്, ടെൽ മീ, പറയൂ ഏതാണ് ഇനി അടുത്ത നമ്മൾ